രണ്ട് കൈകൾ ചേർത്തടിച്ച് ശക്തിയോടെ, ഓ ശക്തിയോടെ. Come on, come on, come on, come on everybody. ഓ എന്റെ യേശുവിന്റെ മധ്യയുണ്ട്, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ അഭിഷേകം കൊണ്ട് മൂടുന്നു. ഹല്ലേലൂയ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം, നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം, ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം, നീ മാത്രം ആരാധ്യൻ. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയ മഹത്വം, ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം, കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. നൃത്തത്തോടെ സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ച് രാജാവിനെന്നും മഹത്വം. ുകൊണ്ട് ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം, നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം, ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം, നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം, ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം, ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം, അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം, ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം, സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വമേ. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ഓ
ചാരിടും, യേശുവിൽ ഞാൻ 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 ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തോ, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തോ തുള്ളിച്ചാടിക്കൊണ്ട് വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ദാസ്. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തോ, ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തോ വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ദാസ്, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ ദാസ്. രണ്ട് കരകൾ വീശിക്കേ.
വിശ്വാസം. നമ്മുടെ എല്ലാവരുടെയും ചോദ്യത്തിനൊരു ഉത്തരമാണ് വിശ്വാസം. വിശ്വസിച്ചാൽ മതി, ദൈവം ചെയ്യും. എന്നാൽ എന്തുകൊണ്ടാണ് പലർക്കും ഞാൻ വിശ്വസിക്കുന്നത് പോലെ മറ്റൊരാൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് വേണ്ടവണ്ണം ഇൻഫർമേഷൻസ് ഇല്ല എന്നതാണ്. എന്താണ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ? സോ സിമ്പിൾ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് എത്രയധികം ബോധ്യങ്ങളുണ്ടോ അത്രയധികം മാത്രമേ നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ അടുക്ക വന്നു, ബ്രദർ തലയിൽ കഴിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുന്നത് വിശ്വാസമാണ്. അതിന് വലിയ പരിശ്രമം ആവശ്യമില്ല. എന്നാൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ വിശ്വാസത്താൽ നന്മകൾ പ്രാപിക്കേണ്ടതിന് നിങ്ങളുടെ അകത്തെ വിശ്വാസം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എത്രയധികം ദൈവവചനത്തിൽ നിന്നുള്ള ബോധ്യങ്ങളുണ്ടോ അത്രയധികം മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം പ്രവർത്തിക്കത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിശ്വാസം. 2, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രാർത്ഥന. ചിലരെങ്കിനോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഫലപ്രദമാകാത്തത്? എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്നില്ലേ? എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തതെന്ന്, നീ എൻ്റെ അവസ്ഥ എന്താ അറിയാത്തതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചു കാണുമെന്ന് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നേ ഞാൻ നിങ്ങളോടുള്ള മറുപടിയാണ് തരുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ അകത്ത് ദൈവദിനത്തിൽ നിന്ന് എത്ര ബോധ്യങ്ങളും അറിവുമുണ്ടോ അത്രയധികം മാത്രമേ പ്രാർത്ഥനയും വിശ്വാസവും നിങ്ങളിൽ പ്രവർത്തിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അറിവില്ലായ്മയോട് കൂടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചില അറിവുകൾ പങ്കുവയ്ക്കപ്പെടാൻ പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് നേരെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 2-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കാം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. സുപരിചിതമായ വാക്യം. അടുത്ത വാക്ക് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ദാനമാണെന്ന്? എല്ലാവരും ഒറ്റ വാക്കിൽ കൈ ഉയർത്തി. പക്ഷേ നിങ്ങളും ഞാനും കൈ ഉയർത്തിയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റൂട്ടഡായി നോക്കിയാൽ നമ്മുടെ ആഴത്തിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് എന്ന അനുഭവം ദൈവം എനിക്ക് ദാനമായി നൽകുന്നതാണ് എന്ന അറിവ് വാസ്തവത്തിലില്ല. പകരം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ് നമ്മുടെ തലയിലുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനെ കിട്ടേണ്ടതിന് എന്തൊക്കെ ചെയ്യണം? അത് നിങ്ങളിൽ പലരുടെ അകത്ത് ഒരു കൂട്ടം ലിസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്നത് പരിശുദ്ധാത്മാവിനെ കിട്ടേണ്ടതിനെ ഓടുന്നവരോട് വേദപുസ്തകം പറയുന്നത് ഇത് ദാനമാണ്. ഇത് ദാനമായി മാത്രമേ ലഭിക്കത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഈ ദാനം എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ദാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോളിയും ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് ആ വ്യക്തിയോട് തോന്നുന്ന സ്നേഹത്തിൽ ഞാൻ കൊടുക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ദാനം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ദാനം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കാൻ എന്ത് വേണം? 2 കാര്യങ്ങളാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിലും കർത്താവായ യേശുവിൻ്റെ വാക്കുകളിലും വിശ്വസിക്കണം. 2, വേദപുസ്തകം പറയുന്നു ദാഹിക്കണം.
എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇങ്ങനെ ഈ രണ്ട് വികാരങ്ങൾ, ഈ രണ്ട് അനുഭവങ്ങൾ, അല്ല, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിനായി ദാഹിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ദാനം ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. പക്ഷേ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് കൂടെ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല ഇത് ലഭ്യമാകുന്നത്, തികച്ചും ദാനമാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഞാൻ കത്തോലിക്ക സഭയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനെ മുട്ടുമേൽ നിൽക്കുക എന്നൊരു ശീലം ഉണ്ടായിരുന്നു. കൈ ഉയർത്തി സ്തുതിക്കുക എന്നൊരു ശീലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ബന്ധക്കോസ് സഭകളിൽ വന്നപ്പോഴോ കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു യോഗങ്ങളുണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗങ്ങളും തെറ്റല്ല കേട്ടോ. ഉപവാസ പ്രാർത്ഥനകളുണ്ടായിരുന്നു, അതൊന്നും തെറ്റല്ല, തെറ്റാണെന്ന് പറയുന്നുമില്ല. പക്ഷേ അവിടെ ഞാനും നിങ്ങളും അറിയാതെ ആയി പോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ കാത്തിരിപ്പ് യോഗത്തിൽ ചെല്ലുന്നതും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു പരിശ്രമം അതിനകത്ത് വെളിപ്പെടുന്നെങ്കിലാണ് അബദ്ധമായി പോകുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാത്തിരിക്കുന്നവൾ തെറ്റൊന്നുമില്ല, ഉപവാസ പ്രാർത്ഥന നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നത് ഇത് ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് മെല്ലെ ഉള്ളിലേക്ക് പോകാവേ. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരാം. അതിൻ്റെ 10-ാം അധ്യായം എടുക്കാം. 46-ാമത്തെ വാക്യം വായിക്കാം. ഇൻട്രസ്റ്റിംഗ് അല്ലെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി മാറാൻ പോകുന്നു. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടിട്ട് വിസ്മയിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് അർത്ഥത്തിൽ എന്താണ്? അപ്പോൾ നമുക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് ദാനമായിട്ടാണ്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത്? ദാനമായിട്ടാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ദാനമായിട്ടാണ്. ദാനം ലഭിക്കേണ്ടതിന് നിങ്ങളുടെ പരിശ്രമം ആവശ്യമില്ല. ദാനം ലഭിക്കേണ്ടതിന് ദാതാവുമായുള്ള ബന്ധമാണ് ആവശ്യം, തരുന്നവനുമായിട്ടുള്ള ബന്ധമാണ് ആവശ്യം. അടുത്തിരിക്കുന്നവരോട് പറ, ദാനം ലഭിക്കേണ്ടതിന് ദാനം നൽകുന്നയാളുമായിട്ടുള്ള അടുപ്പമാണ് ആവശ്യം. ദാനം തരുന്ന ആളുമായിട്ടുള്ള വിശ്വാസമാണ് താല്പര്യമുള്ളത്. അതാണ് ദാനം നൽകുവാൻ കാരണമാകുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഇടയാകും. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരാം. 8-ാം അധ്യായം എടുക്കാം. 18-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവനെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അടുത്ത വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കാവോ? അടുത്ത വാചകം ശ്രദ്ധിച്ച് വായിക്കാമോ? പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട്. എല്ലാവരും പറഞ്ഞ ദൈവത്തിൻ്റെ ദാനം എന്ത് ചെയ്യാൻ പാടില്ല? പണം കൊണ്ട് വാങ്ങാൻ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിശ്രമത്താൽ എനിക്ക് ദൈവത്തിൻ്റെ ദാനം സ്വന്തമാക്കാൻ കഴിയത്തില്ല. പണം കൊടുത്താൽ സാധ്യമല്ല, എന്തെങ്കിലും ചെയ്താൽ സാധ്യമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത്, എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഉള്ളതുമായ ഒരു ചെറിയ കാര്യം പറയാം. പലരും കൃപാവരങ്ങളുള്ള ദൈവവൃത്യന്മാരുടെ പുറകിൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വലിയ ഓഫറുകൾ കൊടുക്കുന്നു. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് തെറ്റൊന്നുമില്ലെന്ന് തോന്നിയെന്ന് വരാം. പക്ഷേ വേദപുസ്തകം പറയുകയാണ്, പരിശുദ്ധാത്മാവെന്ന നന്മയെ, ദാനത്തെ നമുക്ക് ആർക്കും വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. പരിശ്രമത്തിൽ കഴിയത്തില്ല. ഒരാൾക്കും അത് ദാനമല്ലാതിരിക്കത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറയാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകുന്നത് ദാനമായിട്ടാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് ദൈവം എങ്ങനെയാണ്? ദാനമായിട്ടാണ്. ഒന്നും കൂടെ പറ, പരിശുദ്ധാത്മാവിനെ എനിക്ക് ദൈവം നൽകുന്നത് തികച്ചും ദാനമാണ്. അതിന് എൻ്റെ പരിശ്രമം ആവശ്യമില്ല, എൻ്റെ നിലവിളി ആവശ്യമില്ല, എൻ്റെ പണം ആവശ്യമില്ല. ദാഹിക്കുന്നുവെങ്കിൽ അവർക്ക് അത് ദാനമായി ലഭിക്കും. ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാനമായി ലഭിക്കും. എനിക്ക് വേണ്ടത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള റിലേഷനാണ്, ബന്ധമാണ്.
അപ്പോൾ ഒന്നാമത്തെ ദാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ദാനത്തിലേക്ക് വരികയാണ്. നമുക്ക് നേരെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. അതിന് 1-ാം അധ്യായം എടുക്കാം, 16-ാമത്തെ വാക്യം വായിക്കാം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപ ദൈവം നൽകുന്നതാണ്. എല്ലാവരും പറഞ്ഞേ, കൃപ ദൈവം നൽകുന്നതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനുമായി ആരെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാണ് കൃപ. ഒരു വാക്യം കൂടെ വായിക്കാം, യോഹന്നാൻ 6:65. അത് ഹേതുവായിട്ടത്രേ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. അപ്പൊ കൃപ ദൈവം നൽകുന്നതാണ്, ദാനമാണ്. കൃപ ദൈവം നൽകുന്നതാണ്, ദാനമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ മനസ്സിലാകാൻ ഒരു വാക്യം കൂടെ വായിക്കാം. എഫെസ്യ ലേഖനം എടുക്കാം, 4-ാം അധ്യായം എടുക്കാം, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തനെ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാ? ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനനുസരിച്ച്. അപ്പൊ എനിക്ക് ലഭിച്ച കൃപ, നിങ്ങൾക്ക് ലഭിച്ച കൃപ ദൈവത്തിന്റെ അളവനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദാനമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഓരോരുത്തർക്കും ഓരോ അളവ് സ്വർഗം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നത് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവനുസരിച്ച് അതിനൊത്തവണ്ണം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക, കൃപ തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൃപ തികച്ചും ദാനമാണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ കൃപ തികച്ചും ദാനമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ദാനമാണെന്നുള്ള വിഷയം ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്? ഏകദേശം 40 കാര്യങ്ങൾ ദാനമാണെന്ന് പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ എനിക്ക് ഒരു 5 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എൻ്റെ സമയം കഴിയും. പിന്നീട് നിങ്ങൾ പഠിച്ചാട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ട് ഞാൻ ദാനമാണെന്ന് പറയുന്നു? ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ കേട്ടിരുന്ന പ്രധാന വാക്കുകളിലൊന്ന്, ശുശ്രൂഷകരായ ഞങ്ങളിൽ പലരും പറയുന്നത്, ഈ കൃപയിലേക്ക് ഞാൻ എത്തിയത് ഒരു വില കൊടുത്തിട്ടാണ്. ഞാനൊരു വില കൊടുത്താണ് ഞാൻ ഈ സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണം ഒരു വില കൊടുത്താണ്. ഞാൻ വില കൊടുത്താണ് എന്ന് പറയുന്ന ധാരാളം പേരെ അല്ലെങ്കിൽ പ്രസംഗകരെ കണ്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നത് നമ്മൾ ആർക്കും വില കൊടുത്ത് ഇത് വാങ്ങാൻ കഴിയത്തില്ല. ഇത് ദാതാവുമായിട്ടുള്ള ബന്ധത്തിലാകുമ്പോൾ അയാൾ ഫ്രീ ആയി തരുന്നതാണ്. ദാതാവുമായിട്ടുള്ള ബന്ധം എനിക്ക് ഉളവാകുമ്പോ എനിക്ക് നൽകുന്ന ഫ്രീ ആണ് എല്ലാം. കൈകളടിച്ചൊരു നല്ല ആമീൻ പറഞ്ഞേട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചിലുള്ള ഒരാൾ ചോദിച്ചു, ബ്രദറെ ഇത്രയും ആൾ ഇപ്പം നമ്മുടെ ചർച്ചിലെ കൊറോണയ്ക്ക് മുമ്പുള്ള ആ ക്രൗഡില്ല, കൊറോണയ്ക്ക് മുമ്പുള്ള സ്ഥിതി എന്തുവാ, നമുക്കിവിടെ കയറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ടോക്കൺ നേരത്തെ കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അപ്പോൾ ഒരാളോട് ചോദിച്ചു, ബ്രദറെ ഇത്രയും തിരക്കുള്ളതല്ലേ, കുറച്ച് ടോക്കണ് പൈസ വെച്ചാലോ? ഞാൻ അവരോട് പറഞ്ഞ വാചകം നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? മത്തായി സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സകല കൃപാവരങ്ങളും ദാനമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിന് ഏറ്റവും വലിയ രസം എന്നാണെന്നറിയോ? ഈ കൃപാവരം എന്ന വാക്കിന്റെ അർത്ഥം പോലും നമ്മുടെ മലയാളിക്ക് അറിയത്തില്ല. കൃപാവരം, എല്ലാവരും പറഞ്ഞേ കൃപാവരം. കൃപയാൽ ലഭിക്കുന്ന വരം. വരം എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കൃപ ലഭിക്കുന്നയാൾക്ക്, കൃപയിൽ ഒരാൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റിനെയാണ് വരം എന്ന് വിളിക്കുന്നത്. ആമേൻ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്നാൽ നമ്മൾ പറയുന്നത് ഈ വരങ്ങളെല്ലാം ഞാൻ വില കൊടുത്തതാണ്, ഞാൻ ഉപവസിച്ചു, കരഞ്ഞു, ചിലത് ഉപേക്ഷിച്ചു. അങ്ങനെയല്ല. നീ ഉപേക്ഷിച്ചത് കൊണ്ടോ ഉപേക്ഷിച്ചത് കൊണ്ടോ അല്ല, വേണ്ട എന്ന് വല്ലത് വെച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കുമെന്ന് വേദപുസ്തകം പറയുന്നില്ല. അത് നിങ്ങളുടെ ഡോക്ടറിനാണ്, നിങ്ങളുടെ പഠനമാണ്, നിങ്ങളുടെ പഠിപ്പീരാണ്. പുസ്തകം പറയുന്നത് ഇത് അവന്റെ ദയക്കൊത്തവണ്ണം അവൻ നൽകുന്നതാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, റോങ് ഡോക്ടറിൻ. ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, തെറ്റായ പഠിപ്പിക്കലേ. അതുകൊണ്ട് നമ്മളും പലരും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? ചില വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വില സ്വർഗത്തിന് സ്വീകാര്യമല്ല. കാരണം യേശു കർത്താവ് ആൾറെഡി കാൽവറിയിൽ ഒരു വില എനിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വില കൊടുത്തവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് എനിക്ക് സകല ദാനത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ദാനം ലഭിക്കാനുള്ള ഏക വഴി വില കൊടുത്തു എന്ന് പറയുന്നവെങ്കിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയാൽ ദാനങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ തുടങ്ങും. എന്റെ കൂടെ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, കൃപ
ദാനമാണ്. ആമേൻ, ഹല്ലേലൂയ. എന്താണ് കൃപദാനം? ആ വാചകത്തിന്റെ അർത്ഥം ഒന്നും കൂടെ ശ്രദ്ധിക്കാവോ? ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ പിടികിട്ടും. നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണമാണ് ദൈവം നിങ്ങൾക്ക് കൃപ പകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനത് പഠിപ്പിച്ചു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനായുള്ള കൃപ പകർന്നിരിക്കുകയാണ്. Come on. അത് പരിശ്രമത്താൽ മേടിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ അധ്വാനത്താൽ കിട്ടത്തില്ല, പരിശ്രമത്താൽ കഴിയത്തില്ല. കരഞ്ഞാലോ നിലവിളിച്ചാലോ ഉപവസിച്ചാലോ കിട്ടുന്നതല്ല. അത് തികച്ചും ദാനമാണ്, തികച്ചും ദാനമാണ്, ഫ്രീ ആണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. ആമേൻ. ഒന്ന് പറ, തികച്ചും ദാനമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർക്കടി ലേഖനത്തിലേക്ക് വരാം. 3-ാം അധ്യായം എടുക്കാം. 24-ാമത്തെ വാക്യം വായിക്കാം. ശ്രദ്ധിച്ചു വായിക്കണം. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം അവിടെ എഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? സൗജന്യമായി. എല്ലാവരും പറഞ്ഞേ, സൗജന്യമായി കിട്ടുക. സൗജന്യമായി കിട്ടുക. ഓ ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, സൗജന്യമായി കിട്ടിയതാണ്. എന്ത് കിട്ടിയതാണ്? വീണ്ടെടുപ്പ്, നീതീകരണം. ഇവ സൗജന്യമാണ്. ഇത് സൗജന്യമാണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്. ഇതിന് ഒരു വിലയും നിങ്ങൾ മുടക്കേണ്ടതായിട്ടില്ല. വില മുടക്കിയവനായ യേശുവിങ്കിൽ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിനക്കത് ഫ്രീ ആയി തരാൻ ദൈവം റെഡിയാണ്. ലവ് യു ജീസസ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഒന്ന് വായിക്കേ. സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടത്. സൗജന്യം എന്ന വാക്ക് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവാറില്ല. എന്ന് പറഞ്ഞാൽ ഫ്രീ. അടുത്തിരിക്കുന്നവരോട് പറ, നീതീകരണം തികച്ചും ഫ്രീ ആണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് പലപ്പോഴും അറിയത്തില്ല, നമ്മൾക്ക് പലരും അറിയത്തില്ല. ജസ്റ്റിഫൈഡ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ? കോടതിയിൽ ഉപയോഗിക്കുന്ന വാചകമാണ്. കോടതിയിൽ ഉപയോഗിക്കുന്ന വാചകം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടുപേരൊന്ന് വരാവോ? രണ്ട് സൈഡിലായിട്ട് നിൽക്കാവോ? ഇന്ന് ഒന്ന് ശ്രദ്ധിച്ച്, ഇത് വാദിയാണ്, ഇത് പ്രതിയാണ്. കോടതി മുറിയിലാണ് ഇവർ. കോടതിയുടെ എന്താ പറയാ, കോടതിയിലെ ആളുകൾ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അതിന്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല. വിറ്റ്നസ് പോസ്റ്റ്. ഓക്കെ, ഗുഡ്. അതിൽ ഒരാൾ വാദിയാണ്, ഒരാൾ പ്രതിയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിനകത്ത് വേദപുസ്തകം കാണുന്നത് ഈ നിൽക്കുന്നത് ക്രിസ്തുവും ആ നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒരു ഹല്ലേലൂയ. കോടതി ന്യായം നടത്തുകയാണ്, ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ കോടതി വിധിച്ചു. എന്ത് വിധിച്ചു? ഈ ആൾ കുറ്റക്കാരനാന്ന് കണ്ടു. ആര് കുറ്റക്കാരനാന്ന് കണ്ടു? നമുക്ക് വേണ്ടി മുറിവേറ്റ യേശുവിനെ കുറ്റക്കാരനായി കണ്ടിട്ട് ശിക്ഷയ്ക്ക് വിധിച്ചു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നെ വെറുതെ വിട്ടു. എന്നാ അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞ് വെറുതെ വിട്ടു. പഴയ നിയമത്തിൽ പാപം മറക്കുക ചെയ്തത്, പാപം ക്ഷമിക്കുക ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. എന്നെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഈ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം നിങ്ങൾക്ക്. വെറുതെ വിടുന്നയാളെ കോടതി കാണുന്നത് ഇയാൾ കുറ്റക്കാരനല്ല എന്നാണ്. അയ്യോ, നമ്മുടെ തലയിൽ കയറാത്തൊരു കാര്യം. ഇയാളെ എങ്ങനെയാ കാണുന്നത്? കുറ്റക്കാരനല്ല. ഞാൻ ഇത്രയും ചെയ്ത കുറ്റങ്ങളൊക്കെയോ? കോടതിയോട് ഞാൻ ചോദിച്ചാൽ പറയും, ഇല്ലല്ല, നീയല്ല കുറ്റക്കാരനെന്ന്. ഞാൻ കാണുന്നത് ഇയാളാണ് കുറ്റക്കാരൻ. ഇയാളുടെ കുറ്റത്തിന്റെ ശിക്ഷയാണ് കാൽവറിയിൽ യേശു അനുഭവിച്ചത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ വേദപുസ്തകം എന്നോട് പറയുന്നത്, യു ആർ ജസ്റ്റിഫൈഡ്. നിന്നെ നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. ഈ വെറുതെ വിടൽ നടന്നത് ഇവന്റെ കരച്ചിൽ കൊണ്ടോ, ഇവന്റെ ഉപവാസം കൊണ്ടോ, ഇവന്റെ നിലവിളി കൊണ്ടോ, ഇവന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ, ഇവന്റെ ദശാംശം കൊടുത്തുകൊണ്ടോ, കുറച്ച് പണം ആർക്കെങ്കിലും ഏൽപ്പിച്ചുകൊണ്ടോ, നന്മ ചെയ്തുകൊണ്ടോ, നോമ്പെടുത്തതുകൊണ്ടോ ഒന്നുമല്ല. അതിനൊന്നും കാരണമായില്ല. കാരണം യേശുവാണ് കാരണം. അതുകൊണ്ട് ഇവൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ഒരു അധ്വാനം കൂടാതെ നീതീകരിക്കപ്പെട്ടു. സൗജന്യമായി നീതി ലഭിച്ചു. ഞാനും നിങ്ങൾക്കും നീതി ലഭിക്കാൻ മീശ പഠിച്ചത് കാരണമായില്ല, ഷർട്ട് മാറിയത് കാരണമായില്ല, സ്വർണ്ണം ഉപേക്ഷിച്ചത് കാരണമായില്ല. ഇത് സൗജന്യമായി കിട്ടിയതാണ്. തികച്ചും സൗജന്യം.
നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയോ? സൗജന്യമാണിതെന്ന് പറയുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ടേ എന്നൊരു ചിന്ത നമ്മുടെ അകത്ത് വരും. വേദപുസ്തകം അത് തന്നെയാണ് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ടു ഗുഡ് ആണ്, വളരെ 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 നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യണ്ടേ എന്ന് നമുക്ക് തോന്നുന്നത്. വേദപുസ്തകം പറയുന്നത് നീ ഒന്നും ചെയ്യണ്ട, അവനിൽ വിശ്വസിച്ചാൽ സൗജന്യമായി ഫ്രീ ആണ്. കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കും എനിക്കും വീണ്ടെടുപ്പ് ഉണ്ടായത്, എൻ്റെ വീണ്ടെടുപ്പ്, എൻ്റെ നീതീകരണം, എൻ്റെ രക്ഷ സൗജന്യമാണ്, ഫ്രീ ആണ്, സൗജന്യമാണ്, ദാനമാണ്. ദാനമാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ദാനമാണ്. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ച എല്ലാ നന്മകളും സൗജന്യമാണ്. സൗജന്യമായി നിനക്ക് ലഭിക്കേണ്ടത് നിങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം, കുറച്ചും കൂടെ ആഴത്തിൽ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ. സൗജന്യമായി ദൈവം നൽകാൻ തരുന്നത് നിങ്ങൾ വില കൊടുത്തേ വാങ്ങത്തുള്ളൂ എന്ന രീതിയിലാണ് മതം നമ്മളെ പഠിപ്പിച്ചത്. ഇത് സൗജന്യമാണ്. ദൈവത്തിൻ്റെ എല്ലാ വരങ്ങളും സൗജന്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടോക്കണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകം ഓർമ്മിക്കുന്നു. മത്തായി സുവിശേഷം 10:8 എന്താണ് എഴുതിയിരിക്കുന്നത്? സൗജന്യമായി നിങ്ങൾക്ക് തന്നത് സൗജന്യമായി കൊടുപ്പിൻ. എന്തായിരുന്നു സൗജന്യം? രോഗശാന്തി സൗജന്യമായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്ന സൗജന്യമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രിസ്തീയ വിശ്വാസിയെ, നീ ഒരു പരിശ്രമവും നടത്തണ്ട, ഒരു അധ്വാനവും വേണ്ട, ഒരു വിലയും കൊടുക്കണ്ട. വില കൊടുത്തവനായ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് സൗജന്യമായി തരാൻ എൻ്റെ ദൈവം റെഡിയാണ്. സകല നന്മകളും സൗജന്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് സൗജന്യമായി ഒന്നും കിട്ടില്ല എന്നാണ്. ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നത് സൗജന്യമായി ഒന്നും കിട്ടില്ലെന്നാണ്. എന്നാൽ പുതിയ നിയമം നിങ്ങളെ പഠിപ്പിക്കുന്നത് സകലതും സൗജന്യമാണെന്നാണ്. Come on. ഒരു അനുഗ്രഹവും ആരും സൗജന്യമായി തരത്തില്ല. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടത് ഒരു അനുഗ്രഹവും സൗജന്യമായി ആരും തരത്തില്ല. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ ഓഫീസ്, നമ്മുടെ പഠന കേന്ദ്രങ്ങൾ ഒന്നും സൗജന്യമല്ല. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, യേശുവിലേക്ക് വരുന്ന ആളുകൾക്ക് സകല പുതിയ നിയമ അനുഗ്രഹങ്ങളും സൗജന്യമാണ്, ദാനമാണ്. അയ്യോ ബ്രദറെ, ദാനമായിരിക്കുന്ന കാര്യം. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ദാനത്തിന് വേണ്ടിയാണോ? സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കൂ. പ്രാർത്ഥിക്കാൻ, ദാനമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാ അപ്പൊ ദാനം കിട്ടേണ്ടതിന് എന്തുവാ ഞാൻ ചെയ്യേണ്ടേ? ലിസൺ, വാഞ്ചിക്കാം, ആഗ്രഹിക്കാം. ഒരു ഹല്ലേലൂയ പറ. 2, ദാതാവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാം. ബന്ധം വർദ്ധിക്കുമ്പോ അവൻ ഇഷ്ടമുള്ളത് നിനക്ക് തന്നോണ്ടേയിരിക്കും. ബന്ധം വർദ്ധിക്കുമ്പോ എന്റെ ആഗ്രഹം പറയാം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് അവൻ സാധിപ്പിക്കുന്നത്. കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ പരിശ്രമം കൊണ്ട് ഒരു സാധനം മേടിക്കാൻ കിട്ടത്തില്ല. എനിക്കിത് വിശ്വാസത്തിൽ വന്ന നാളുകൾക്ക് ശേഷമാണ് മനസ്സിലായത്. ഞാൻ ഈ മുട്ടുമേ നിൽക്കുന്നതും കരയുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ. അമ്മാ വല്ലതും തരണേ എന്ന് പറയാനാണ് ഈ മുട്ടുമേ നിൽക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. ആരെങ്കിലും അവനിൽ വിശ്വസിക്കുകയും അവനുമായി റിലേഷൻ വർദ്ധിക്കുകയും ചെയ്താൽ സൗജന്യമാണ്. എഫേസ്യ ലേഖനം 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഭയങ്കരമാണ് രക്ഷിക്കപ്പെടുക. രക്ഷ എന്ന വാക്ക് സോസോ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. രക്ഷ എന്ന വാക്കിന് 5 അർത്ഥങ്ങളുണ്ട്. ഒരു ഓറഞ്ചിനകത്ത് 5 അല്ലികൾ ഉള്ളതുപോലെ, 5 ഭാഗങ്ങൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ 6 7 ഭാഗങ്ങൾ ഉള്ളതുപോലെ രക്ഷയ്ക്കകത്ത് 5 ഭാഗങ്ങളുണ്ട്. 1 ഡെലിവറൻസ്, വിടുതൽ. 2 സൗഖ്യം. 3 പ്രോസ്പെരിറ്റി. 4 സുരക്ഷിതമായ അനുഭവം. 5 വിശുദ്ധി അല്ലെങ്കിൽ വേർപാട് എന്ന് പറയുന്നത് രക്ഷ.
ഇരുട്ടിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് നിത്യ അനുഗ്രഹത്തിലേക്ക്, നിത്യതയിലേക്കുള്ള വേർപാട്, ഇത് മുഴുവനും സൗജന്യമാണ്. ഡെലിവറൻസ് സൗജന്യമാണ്. സൗഖ്യം സൗജന്യമാണ്. ഓ ഹല്ലേലൂയ. നിനക്ക് ലഭിക്കുന്ന ഹോളിനെസ് സൗജന്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരെ തട്ടിയിട്ട് പറ, ഇത്രയും നാള് വില കൊടുത്തൊക്കെ മതി, നിർത്ത, സൗജന്യമായി മേടിക്കേ. വേറൊരാളുടെ ദേഹത്ത് കെട്ടിയിട്ട് പറ, ഇത്രയും നാള് വില കൊടുത്തോണ്ടിരുന്നൊക്കെ മതി, ഫ്രീ ആയി കിട്ടേണ്ടത് ഫ്രീ ആയി മേടിക്കേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. എവിടുന്ന ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ നിന്ന് യാത്ര ചെയ്ത് ഞാൻ മുംബൈയിലോട്ട് ചെല്ലുക. മുംബൈ ലാൻഡ് ചെയ്തു. അപ്പോൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഒരു പുതിയ ഡ്രിങ്കാണ്. കണ്ടാൽ ഒരു ക്യാനകത്ത് നമ്മുടെ പെപ്സി പോലിരിക്കുന്ന ഡ്രിങ്ക്. ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് എഴുതി വെച്ചിരിക്കുന്ന അദാനിയുടെയാണ്. എന്നിട്ട് എഴുതി വെച്ചിരിക്കുക തികച്ചും സൗജന്യം. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇത് സൗജന്യമാണോ? വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുവോ? പുള്ളി പറഞ്ഞു സൗജന്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം എങ്ങനെയായാലും ഒരു 10-75 രൂപ വിലയുള്ള ഡ്രിങ്കാണ്. ഞാൻ എടുത്തു. എന്നിട്ട് പാസ്പോർട്ട് തരാൻ പറഞ്ഞു. പാസ്പോർട്ടല്ല, ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. ടിക്കറ്റിൻ്റെ കോപ്പി എടുത്തു. എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പല ആളുകൾ അവിടെ നിൽപ്പുണ്ട്. ഇത് സൗജന്യമാണെന്ന് എഴുതി വെച്ചിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ വയ്യ, ധൈര്യം വരുന്നില്ല. കാരണം 10-75 രൂപ വിലയുള്ള സാധനത്തിന് നമ്മുടെ മലയാളി അങ്ങനെ ആയിരുന്നുവെങ്കിൽ വേറെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് ഫ്രീ ആയി കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് ക്രിസ്ത്യാനിക്കും സംഭവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഫ്രീ ആയി കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പോരാടിക്കൊണ്ടിരിക്കുക. ഇടവേ പോരാട്ടം നിർത്ത, വിശ്വസിക്കേ. പോരാട്ടം നിർത്ത, വിശ്വസിക്കേ. ആരിൽ വിശ്വസിക്കണം? ദാതാവാകുന്നവനിൽ വിശ്വസിക്കണം. അതോടെ സൗജന്യമാകും. അതുകൊണ്ട് ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. നോമ്പെടുക്കുന്നത് നിർത്തിയാട്ടെ. നമ്മൾ പലപ്പോഴും നോമ്പെടുക്കുന്നു, നന്മ ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന നന്മ കൊണ്ട് രക്ഷ സാധ്യമല്ല. നിങ്ങൾ ചെയ്യുന്ന നോമ്പ് കൊണ്ട് രക്ഷ സാധ്യമല്ല. നീ ചെയ്യുന്ന ക്രിയകളാലൊന്നും രക്ഷ കിട്ടത്തില്ല. രക്ഷ സൗജന്യമാണ്, സൗജന്യമാണ്. എന്ന പരിപാടിയാ ദൈവം വെച്ചിരിക്കുന്നത്. ഈ സൗജന്യമായി കിട്ടണമെങ്കിൽ ആ ആളുമായി ബന്ധം വരണം. അല്ല എങ്കിൽ ഒരു ബന്ധമില്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടിയനെ. പക്ഷേ വേദം പറയുന്നത് ഇതിനകത്ത് ഒരേ ഒരു കാര്യമാണ് നോക്കേണ്ടത്. ബന്ധമുണ്ടാകണം, റിലേഷൻ ഉണ്ടാകണം, സ്നേഹം എഴുന്നേക്കണം. ആ റിലേഷനാണ് കൈയടിച്ചിട്ട് നല്ല ആമേൻ പറ, സകല നന്മയ്ക്കും കാരണമാകുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. ഓ നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, നോമ്പെടുത്തത് മതി. നിങ്ങൾ ക്ഷീണിച്ചോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദം ഉയർത്തി നല്ല ആമേൻ പറഞ്ഞേ. നമ്മുടെ അകത്ത് രക്ഷ സൗജന്യമാണെന്ന് അറിയത്തില്ല. അടുത്തൊരു വാചകം കൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വേഗത്തിൽ അവസാനിപ്പിക്കാം കേട്ടോ. 5 മിനിറ്റും കൂടെ എടുക്കാം, അത്രേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്നയാൾക്ക് കൂലി കിട്ടും. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ശമ്പളം കിട്ടും. നീ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ശമ്പളം ഉറപ്പാണ്, കൂലി കിട്ടും. പക്ഷേ അടുത്ത വാചകം എഴുതിയിരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ കൃപാവരമോ. അവിടെയാണ് പ്രശ്നം. എന്താണ് ഈ കൃപാവരം? അറിയത്തില്ല, അതിന് വിവരമില്ല. വരം എന്ന് പറഞ്ഞാൽ ദാനം.
അല്ലെങ്കിൽ ഗിഫ്റ്റ്. ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ്. ദൈവത്തിന്റെ കൃപ, വരമോ, കൃപയാൽ നിങ്ങൾക്ക് നൽകുന്ന വരമോ. പണ്ട് ബാലരമ പഠിച്ചിട്ടില്ലേ? ബാലരമ സ്കൂളിൽ ബാലരമ വായിച്ചിട്ടില്ലേ ആളുകളില്ലേ? കോമിക്സ് വായിച്ചിട്ടില്ലേ? ദാ മഴ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ചോദിച്ചു, എന്തോ വേണം? എനിക്ക് 3 വരം തരാം. കേട്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന വരം. അടുത്ത വാചകം എന്നറിയോ? അത് കർത്താവായ യേശുവിൽ ഉള്ള നിത്യജീവൻ തന്നെ. എനിക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ വായിക്കാം. ദൈവത്തിന്റെ കൃപാവരമോ, ദൈവം തരുന്ന ദാനമോ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ ദാനമാണ്. അയ്യോ അയ്യോ, അത് ശരിയാണോ സാറേ? ഇത് നിത്യജീവൻ ദാനം കിട്ടുമോ? സ്വർഗം ദാനമാണോ? അപ്പൊ ഞാനും സ്വർഗത്തിൽ ഒന്നും ചെയ്യണ്ടേ? നിത്യജീവൻ കിട്ടാ ഒന്നും ചെയ്യണ്ടേ? നിങ്ങളൊന്നും വേണ്ടാത്തേ? വേദപുസ്തകം പറയുന്നത് നിത്യജീവൻ ഞാൻ ദാനമായിട്ട് തരാം. പക്ഷെ നമ്മളാരും ദാനമായിട്ട് മേടിക്കാൻ തയ്യാറല്ല. ഞാൻ എന്തെങ്കിലും കൊടുത്തേ മേടിക്കൂ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാം. നിങ്ങളുടെ പുസ്തകത്തിലും അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നേ? അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? ഇത് ദൈവ കൃപാവരമോ, നമ്മുടെ കർത്താവായ യേശുവിന്റെ നിത്യജീവൻ തന്നെ. ഒന്ന് കരമുയർത്തി പറ, നിത്യജീവൻ ദാനമാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, നിത്യജീവൻ. നിത്യമായ ജീവൻ ദൈവം എനിക്ക് തരാൻ റെഡിയാണ്, ഫ്രീ ആയിട്ട്. എന്ത് ചെയ്താൽ മതി? യേശുവിൽ വിശ്വസിച്ചാൽ മതി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ ദാനമാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നിത്യജീവനാണ്. നിത്യമായ രാജ്യമാണ്. നിത്യമായ രാജ്യമാണ്. നിത്യജീവനാണ്. കമോൺ, കൈയടിക്ക്, ഒരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിൽ പോകാൻ സ്റ്റണ്ട് കൂടാതിരിക്കൂ. സ്വർഗത്തിൽ പോകാൻ ഇടികൂടാതിരിക്കൂ. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഏറ്റവും ആദ്യത്തെ പാസ്പോർട്ട് കിട്ടിയ ദിവസമാണ് യേശുവിൽ നിങ്ങൾ വിശ്വസിച്ച ദിവസം. നിത്യമായ ജീവൻ അന്ന് നിങ്ങളിൽ ആരംഭിച്ചു. കരമുയർത്തി പറ, നിത്യജീവൻ ദാനമാണ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ഒരു ധനവാനായ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം? യേശു പറഞ്ഞു, നിന്റെ ഉള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് എന്റെ പുറകെ അനുഗമിക്കാൻ പറഞ്ഞു. വേദപുസ്തകം പറയുന്ന അവൻ വലിയ സമ്പന്നനായിരുന്നു. അതുകൊണ്ട് അവനെ വിട്ട് ഓടിക്കളഞ്ഞു. ശിശുമാരെല്ലാം കണ്ടിട്ട് അന്തം വിട്ടിട്ട് ചോദിച്ചു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷ സാധ്യമാകും? ആർക്കാ രക്ഷ സാധ്യമാകും? യേശു അതിന്റെ കൂട്ടത്തിൽ ഒരു വാചകം കൂടെ പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിന് തുല്യമാ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണ്. ഇത് കേട്ടോണ്ടിരുന്ന ശിഷ്യന്മാർ നെഞ്ചത്തടിച്ചിട്ട് ചോദ്യം ചോദിച്ചു, കർത്താവേ, എങ്ങനെയാണെങ്കിൽ ആര് പോകും? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, എങ്ങനെയാണെങ്കിൽ ആര് പോകും? 27-ാം വാക്യം, മർക്കോസ് സുവിശേഷം 10:27. യേശു പറഞ്ഞു, മനുഷ്യനാൽ ഒരാൾക്കും സാധ്യമല്ല, അത് ദൈവത്താൽ മാത്രമാണ്. പത്രോസേ, നീ പോകുന്ന കാര്യമല്ലേ ചോദിച്ചേ? അവൻ പറയും, പത്രോസ് പറയും, യെസ്, ഞാൻ പോകേണ്ട കാര്യമോ? ഇദ്ദേഹം പറയുന്നത് മനുഷ്യനാൽ സാധ്യമല്ല, ദൈവത്താൽ സാധ്യമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യരാരും പോകത്തില്ലെന്നല്ലേ? അല്ല, മനുഷ്യരാർക്കും പരിശ്രമം കൊണ്ടോ ശ്രമം കൊണ്ടോ അങ്ങോട്ട് കയറൽ നടക്കത്തില്ല. ഞാൻ കൊണ്ടുപോയാൽ കൊണ്ടുപോയി. നിങ്ങൾ എന്താ ആമേൻ പറയാത്തെ? അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിലേക്കുള്ള പോക്ക് നിന്റെ കയ്യിലല്ല, അവന്റെ കയ്യിലാണ്. നിനക്ക് അതിന് പ്രിപ്പയർ ആകാം. കൊണ്ടുപോകുന്നത് സ്വർഗമാണ്. കൈയടിച്ചൊരു ആമേൻ. മനുഷ്യനാൽ സാധ്യമല്ല. മനുഷ്യനാൽ നീ എത്ര കുസ്തി ഓടിയാലും സാധ്യമല്ല, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. മനുഷ്യനാൽ സാധ്യമല്ല, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. സത്യത്തിൽ നമ്മുടെ അകത്ത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇത് ദാനമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് ദാനമാണ്. യേശു കർത്താവ് സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ നേരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് കിണറ്റിന്റെ അടുക്കൽ വന്ന വ്യഭിചാരിണിയായ സ്ത്രീ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ
അവളോട് കർത്താവ് പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4-ാം അധ്യായം 10-ാം വാക്യം. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടനെ. ഞാൻ എൻ്റെ കൈ നീട്ടിട്ട ബാക്കി പറഞ്ഞേ. നീ എന്തൊക്കെ അറിയണം? ഒന്ന്, നീ ദൈവം ദാനം തരുന്നത് എന്തൊക്കെയാണെന്ന് അറിയണം. അടുത്തിരിക്കുന്നവരോട് പറയാം, രക്ഷപ്പെടാൻ എന്ത് വേണം? നെഞ്ചത്തടിച്ച് അയ്യാ എന്നൊക്കെ അറിയണം. അല്ല, ദൈവം എന്തൊക്കെയാണ് ദാനമായി തരുന്നതെന്ന് അറിയണമെന്ന്. നിങ്ങളുടെ കൈയടി കണ്ടിട്ട് എനിക്ക് നാണക്കേടാ തോന്നേ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് ചോദിക്കുന്നവൻ ആരാന്നും. ഒന്ന്, നീ എന്തറിയണം? എന്തൊക്കെ ദൈവം ദാനമായി തരുന്നുവെന്നും, രണ്ട്, അതാരാണ് തരുന്നതെന്നും നീ അറിയണം. That's all. That's all. ഒന്ന് കൈയടിച്ചു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. Jesus answered to her, if you know God's gift, എന്താണ് ദൈവത്തിന്റെ വരങ്ങളെന്ന് അറിയണം. എന്തൊക്കെയാണ് ദൈവത്തിന്റെ വരം? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, അറിയാവോ? ഇതുവരെ വല്ല ദാനം ഉണ്ടെന്ന് അറിയാവോ? പുസ്തകത്തിൽ എന്തെങ്കിലും ഫ്രീ ആയി കിട്ടുന്ന കാര്യം ഉണ്ടെന്ന് അറിയാവോ? ഈ പുസ്തകം പറയുന്നത് മുഴുവൻ ഫ്രീ ആണെന്നാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നീ ചക്കച്ചോള കൊടുത്തിട്ട് മേടിക്കാൻ ശ്രമിച്ചോ? ഇത് 5 പൈസ കൊടുത്താൽ കിട്ടത്തില്ല. ഇത് ഫ്രീ ആണ്. എന്ത് കൊടുത്ത് മേടിക്കാനും ശ്രമിച്ചാൽ നടക്കത്തില്ല. എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥനയിലെ നിങ്ങൾ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ ഇന്ന് ഒടിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. പ്രാർത്ഥന എന്നത് ദൈവമായുള്ള ബന്ധത്തിലുള്ള കോൺവെർസേഷൻ ആണ്, സംസാരമാണ്. ഉപവാസം എന്ന് പറയുന്നത് വയറ് പട്ടിണി കിട്ടിട്ട് വല്ലതും തരണേ എന്ന് പറയുന്നതല്ല, ദൈവത്തോടൊപ്പം ഇരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷനാണ് അതിന്റെ കാരണം. കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം അന്നമോള് ന്യൂ ഇയർ സർവീസിന് ഇട്ടിരുന്ന ഡ്രസ്സ് ഞാൻ 2ാമത് അവൾക്ക് മേടിച്ചതാണ്. ആദ്യം അവൾക്കൊരു ഡ്രസ്സ് ഞാൻ മേടിച്ചു ചെന്നൈയിൽ എവിടെ അങ്ങോട്ട് പോയ സമയത്ത്. ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് അതൊരു ബൊമ്മയിൽ കിടക്കുന്നത് കണ്ടു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് കണ്ടപ്പോൾ എന്തോയി? ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിനോട് വില ചോദിച്ചു. എനിക്ക് മേടിക്കാൻ കഴിയുന്ന വില ഉണ്ടായിരുന്നുള്ളതിനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതും കൂടെ എടുത്തേക്ക്. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കാർക്കും തരണമെന്നും നിങ്ങൾക്കാർക്കും മേടിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങളാരും എൻ്റെ അന്നമോളെ പോലെ അല്ല എനിക്ക്. പക്ഷെ ആര് എൻ്റെ അന്നമോളെ പോലെയാണോ അവർക്ക് ചോദിക്കാതെ കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മോനെയും മോളെയും ഇഷ്ടമാണ്. എന്നെ കൊണ്ട് എന്തടാ നീ അങ്ങനെ ചെയ്തതെന്നും എന്തടി നീ അങ്ങനെ ചെയ്തതെന്നും ഇതുവരെ ചോദിക്കാൻ ഒരു അവസരം തന്നിട്ടില്ല അവരെ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കർത്താവിൻ്റെ കരുണയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഷൂസ് ഊരി തരുന്ന എൻ്റെ മോനാണ്. 20 വയസ്സിലെ ഇത്ര ചെറുപ്പക്കാരായ പിള്ളേരൊന്നും ചെയ്യത്തില്ല പരിപാടി. ഞാൻ പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നേ, അവരെൻ്റെ സ്നേഹത്തിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, കർത്താവ് USC പഠിക്കുവോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നു? കൃപയാണേ ഇത്, കൃപയാണ് ഇത്, ദൈവം തന്ന കൃപയാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ പറയുന്നത് ശ്രമിക്കുന്നത് എന്നാ നിങ്ങൾക്ക് പറയാമോ? എനിക്ക് എൻ്റെ മോളോട് ഇഷ്ടം തോന്നിയപ്പോ എനിക്ക് അവൾക്ക് ചേരുമെന്ന് തോന്നുന്ന എല്ലാം മേടിക്കാൻ തോന്നുവാണ്. എനിക്ക് എൻ്റെ മോളോട് ഇഷ്ടം തോന്നിയപ്പോ അവൾക്ക് ചേരുമെന്നും തോന്നുന്നെല്ലാം ഞാൻ മേടിക്കുകയാണ്. അർത്ഥം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എനിക്ക് എൻ്റെ മോളോട് ഇഷ്ടം വരുത്തപ്പോ അവൾക്ക് ഇതും ചേരുമെന്ന് തോന്നിയതെന്നല്ല ഞാൻ മേടിക്കുകയാണ്. നിങ്ങളും എൻ്റെ അപ്പനും തമ്മിൽ ബന്ധം വർദ്ധിക്കുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ചേരുമെന്ന് തോന്നുന്നതെല്ലാം അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. Come on church. നിങ്ങൾക്കിത് മനസ്സിലായാൽ നിങ്ങളുടെ ലൈഫ് മാറുകയാണ്. നിങ്ങളുടെ ലൈഫ് മാറാൻ അറിയേണ്ടത് നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും
ഈ ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? അത് കാരണം ഞാൻ പറയാം, നീ അവനെ ദാസനും അവൻ നിനക്ക് ദൈവമാണ്. ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ എന്തല്ല ഒരു ദിവസം പോലും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നില്ല. നീ കണക്ക് പറയുക ന്യായശാസ്ത്രിയെ പോലെ. പരീശനും ഒരു ചുങ്കക്കാരനും ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് നമുക്ക് വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? പാപിയായ ഒരു മനുഷ്യനും പരീശനുമായവൻ ഇതാ ദൈവത്തിന്റെ സ്ഥലത്ത് ചെല്ലുവോ? ഒരുവൻ പറഞ്ഞു, കർത്താവേ ഞാൻ തെറ്റുകാരനാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. മറ്റൊരുവൻ പറയുക, ഞാൻ ഇന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലേ കർത്താവേ, എന്നിട്ട് എന്താ? അതിന്റെ കാരണം നീ പറയുന്നത് കണ്ടോ, ഇത്രയും പ്രാർത്ഥിച്ചു എന്നൊരു കണക്ക് നീ വെച്ചിട്ടുണ്ട്. ഞാൻ ഉപവസിച്ച് ഇത്രയും നാളെ ഞാൻ ഉപവസിക്കുവോ, എന്നിട്ട് എന്താ മാറ്റമില്ലാത്ത? അപ്പൊ നീ ഉപവാസം എടുത്തത് ഏതോ ഒരു കാര്യം സാധിക്കാനാണ്. എന്താ മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേ? നല്ല ആമേൻ പറ. ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല, പിന്നെ എന്താ കർത്താവേ എനിക്ക് തരാത്ത? അപ്പൊ കാശ് കൊടുത്ത് പുള്ളിയെ മണി അടിച്ചതാ നീ. അത് നിന്റെ കാശ് ആർക്ക് വേണമേ? നീ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോ നിന്റെ ഉള്ളിലുണ്ടാകേണ്ടത് ഈ പ്രവർത്തനങ്ങളെ താങ്ങണം. ഈ പ്രവർത്തനങ്ങളിലൂടെ അനേക രക്ഷയിലേക്ക് വരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നോട് പറയണം. അത് ശരിയായ ആറ്റിറ്റ്യൂഡാണ്, ശരിയായ മനോഭാവമാണ്. സഭയുടെ ആവശ്യം അറിയണം, ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് അറിയണം. അതിന്റെ നീ കൊടുത്തില്ല എന്നല്ല, അതിന്റെ ഭാഗമാകണം. നീ കൊടുത്തതിന്റെ എണ്ണമല്ല, നീ കൊടുത്തതിന്റെ പണത്തിന്റെ വലിപ്പമല്ല, അതിന്റെ ഭാഗമാകണം. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന് കൊടുക്കുന്നതിൽ കണക്ക് സൂക്ഷിക്കല്ലേ. ദൈവത്തിന് കൊടുക്കുന്നതിൽ കണക്ക് സൂക്ഷിക്കുക. ഞാൻ ഇന്നുവരെ സൂക്ഷിക്കാത്ത ഏക കാര്യം, എനിക്കുള്ളത് മുഴുവൻ കൊടുത്തേക്കോങ്ങ്. കാരണം ദാനമായി നൽകിയതിൽ ലഭിച്ചതല്ലാതെ വേറെന്തുവാ കയ്യിലുള്ളത്? ആരോഗ്യം ദാനം, നന്മകൾ ദാനം, അനുഗ്രഹങ്ങൾ ദാനം, സകലതും ദാനമാണ്. പിന്നെ എന്തുവാ പറയാനുള്ളേ? ഒന്ന് കൈ അടിച്ചൂടെ? ഹല്ലേലൂയ പറയാത്തത് എന്താ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ പ്രാർത്ഥന എന്താ ഇത്ര നാളായിട്ട് കേൾക്കാതെ, എത്ര ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവോ? തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് നീ ഒരു വില കൽപ്പിച്ചിട്ടുണ്ടോ? സ്വത്രമൊക്കെ പോയോ? എൻ്റെ അപ്പനുമായുള്ള ബന്ധം സ്ഥാപിച്ചാൽ മതി, സകലതും ഒഴുകാൻ തുടങ്ങും. എൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് വേണമെന്ന് സത്യത്തിൽ അന്ന് ഞാനിവിടെ വന്നപ്പോൾ അനമോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അപ്പയോട് ഇനി പറയാൻ പറ്റത്തില്ല, ആൾറെഡി ഞാൻ ഡ്രസ്സ് മേടിച്ചു, പക്ഷേ എനിക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? സ്വർഗത്തിലെ അപ്പനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ പപ്പയ്ക്ക് അത് എനിക്ക് മേടിച്ചു തരാൻ തോന്നിയെന്ന്. ഞാൻ ആ പ്രാർത്ഥന കേട്ടില്ല, പക്ഷെ എനിക്കിത് കണ്ടിട്ട് തോന്നി ഇതും കൂടെ അവൾക്ക് മേടിച്ചു വെക്കാൻ. ആവശ്യമില്ല, സത്യത്തിൽ ആവശ്യമില്ല. അതാണ് അപ്പൻ. നിങ്ങൾ അപ്പനൊരു വിലയിട്ട് വെച്ചിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു, നീ തരണം. ഞാൻ ഉപവസിച്ചു, നീ തരണം. ഞാൻ കൊടുത്തു, ഇടവേ ആർക്ക് നിന്റെ വില വേണം? നീയും അവനും നമ്മളുടെ ബന്ധമാണ് സകലത്തിന്റെയും റീസൺ. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ഇതാ ഒരു വേദപുസ്തകത്തിൽ ഒരു സംഭവ കഥ വായിക്കുന്നു. എന്താണ്? മുടിയനായ പുത്രൻ നമ്മൾ വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നു. കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചും ആ പേരും നാടും എല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വരുവോ? ദൂരെ നിന്നേ അവന്റെ അപ്പൻ അവനെ കണ്ടു. ഒരു വടിയെടുത്ത് ചന്തിക്ക് 4 കൊടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞാനും നീയൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അവൻ ഓടിച്ചെന്നു. അപ്പന്റെ അടുക്കലേക്ക് മോൻ വരുന്നതിനേക്കാൾ സ്പീഡിലാണ് അപ്പൻ ഓടുന്നത്. ഇപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ശ്രദ്ധിക്കണേ, റിലേഷൻ തുടങ്ങുമ്പോ അവനില്ലാത്തത് മുഴുവൻ ഉണ്ടാകാൻ തുടങ്ങും. അവനെ കെട്ടിപ്പിടിച്ചപ്പോ സ്വർഗത്തിന് മനസ്സിലായി, ഇവന്റെ വേഷം മുഷിഞ്ഞിരിക്കുന്നു, ഇവന്റെ വേഷം അഴുക്കായിരിക്കുന്നു, ഈ വേഷം കൊള്ളത്തില്ല, എന്റെ മോൻ ഈ വേഷം ധരിച്ചാ പോരാ, ആരവിടെ? ഇവന് വേണ്ട വേഷം കൊടുക്ക. വേഷം ഉണ്ടായത്
വയറ്റത്തടിച്ച് കരഞ്ഞതുകൊണ്ടല്ല, റിലേഷൻ ആരംഭിച്ചപ്പോ വിലയുള്ളത് വരാനായി തുടങ്ങി. Amen. Hallelujah. It is so simple. Amen. മുടിയനായ പുത്രോ, നീ കരഞ്ഞോ, നിലവിളിച്ചിട്ടാണോ വീട്ടിൽ ഏറ്റവും വിലയേറിയ വസ്ത്രം കിട്ടിയത്? അവൻ പറഞ്ഞു, അല്ല, അപ്പനെ കണ്ടെത്തി, അപ്പനുമായി ബന്ധം സ്ഥാപിച്ചു, അപ്പനെ കെട്ടിപ്പിടിച്ചു, അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കില്ലാത്തത് ആ നിമിഷം മുതൽ വരാൻ തുടങ്ങി. നിങ്ങൾ എവിടെയാ പ്രാർത്ഥന കണ്ടേ? എവിടെയാ ഉപവാസം കണ്ടേ? നിങ്ങൾ പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട എന്ന് വിചാരിക്കരുത്. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നയാള്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഒരു വില കൊടുക്കലായി മാറുമ്പോഴാണ് പ്രശ്നം. അടുത്ത് നോക്കിയപ്പോൾ അവന്റെ കൈകളിൽ മോതിരമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ പഴയ പ്രൗഢിയില്ല. സ്വർഗത്തിന് തോന്നി, ഇല്ലല്ലല്ല, എന്റെ മോൻ ഇങ്ങനെയല്ല, അവൻ രാജാവിനെ പോലെ വാഴേണ്ടവനാണ്, അവന്റെ കയ്യിൽ ഒരു മോതിരാണീക്ക്. സൗജന്യമായി നോക്കിയപ്പോ കാലിലെ ചെരുപ്പെല്ലാം കീറി പണിഞ്ഞിരിക്കുന്നു. ആരെവിടെ? അവനൊരു ചെരുപ്പ് കൊണ്ടുപോ. കഴിഞ്ഞപ്പോ അവന്റെ മുഖത്തെ ആ നിരാശയും അവന്റെ മുഖത്തെ ക്ഷീണവും കണ്ടപ്പോ സ്വർഗം പറഞ്ഞു, ഇല്ലില്ല, ഇവന് വേണ്ടി ഒരു വിരുന്ന് തന്നെ ഒരിക്കലേ ഒക്കത്തുള്ളൂ. മടുത്തു വരികയാണ്, നശിച്ചു വരികയാണ്, സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായെന്ന് അവന്റെ മുഖം കണ്ടാൽ അറിയാം. അത് സ്വർഗത്തോട് പറയണ്ട, സ്വർഗത്തിനറിയാം. ഓ, അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നീ അങ്ങോട്ട് പറയണ്ട, അവൻ ഇങ്ങോട്ട് അറിയാം. മേശയിലേക്ക് വന്ന വിരുന്ന് അവന്റെ പ്രാർത്ഥനയുടെ ഫലമല്ല, ബന്ധം പുനഃസ്ഥാപിച്ചതിന്റെ ഫലമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ബന്ധം പുനഃസ്ഥാപിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ഉപവാസം ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിരിക്കണം. അതിനല്ലാതെ മറ്റൊന്നിനും ആകരുത്. ഈ പുസ്തകം അറിവ് നേടാൻ മാത്രമല്ല, നീയും അവനും തമ്മിലുള്ള റിലേഷനെ ബിൽഡ് ചെയ്യാനായിരിക്കണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അങ്ങനെയാണെങ്കിൽ നീ വാ തുറന്നൊന്നും ചോദിക്കണ്ട. നിനക്ക് വേണ്ടത് അവൻ കരുതിയത് ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങും. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, സകലതും ദാനമായിരിക്കെ നീ എന്തിനാ പരിശ്രമിക്കുന്നത്? ഞാൻ ഈ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് പലർക്കും സങ്കടം വന്നില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഒരു വിങ്ങല് വന്നില്ലേ? ആ വിങ്ങല് വന്നതിന്റെ കാരണം അറിയാവോ? നിങ്ങൾക്ക് റിലേഷൻ ഇല്ല, പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴും ബന്ധമില്ല, പ്രാർത്ഥനയുണ്ട്. എനിക്ക് പ്രാർത്ഥനയില്ലെങ്കിലും ബന്ധമുണ്ട്. ബന്ധം ഉണ്ടായാൽ പ്രാർത്ഥന തനിയെ വരും. ബന്ധം ഉണ്ടായാൽ ഉപവാസം തനിയെ വരും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ബന്ധത്തെ ഉളവാക്കാൻ ഒക്കത്തില്ല. ആറ്റിറ്റ്യൂഡ് മാറണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, വില കൊടുത്ത് മേടിക്കലൊക്കെ നിർത്തുവോ? വില കൊടുത്ത് മേടിക്കുന്നതൊക്കെ നിർത്തുമോ? വേറൊരാളോട് പറ, വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ നിർത്തുവോ? വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നത് നിർത്തുമോ? ഈ പുസ്തകത്തിൽ നിനക്ക് ദാനമല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്. അവനുമായി ബന്ധമുള്ള എല്ലാവർക്കും ഫ്രീ ആണ്, ഫ്രീ ആണ്. അങ്ങ് പരിശുദ്ധാത്മാവിനെ മുതൽ ഇങ്ങ് ഈ ലോകത്തിലെ മുട്ടുപിന്നു വരെ സകലതും ഫ്രീ ആണ്, ഫ്രീ ആണ്. ബന്ധം മാത്രം മതി, റിലേഷൻ മതി, സകലതും ഫ്രീ ആണ്. എന്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയോ? വിശ്വാസം ദാനമാണ്, അനുഗ്രഹങ്ങൾ ദാനമാണ്, സൗഖ്യം ദാനമാണ്, ഡെലിവറൻസ് ദാനമാണ്, സൗന്ദര്യം ദാനമാണ്, ആരോഗ്യം ദാനമാണ്, സകലതും ദാനമാണെന്നേ. പക്ഷേ ആരോഗ്യം നമ്മളെ പഠിപ്പിച്ചു നേടണം, പ്രാപിക്കണം. ഇടവേ ഫ്രീ ആയ സാധനം പ്രാപിക്കാൻ പറ്റത്തില്ല. അതിന് ദാതാവുമായി ബന്ധം ഉണ്ടായാൽ മതി, സകലതും വന്നോളൂ. റോങ് വേയിലാണ് നിങ്ങളുടെ പ്രാർത്ഥന. റിലേഷനിൽ നിന്നുള്ളതാണോ അതോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അപ്പുറത്ത് മത്തായും ചത്തു, തോമാച്ചനും തത്തു, ഞാൻ ജീവനോട് ഇരിക്കുന്ന സ്തോത്രം 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 ആണോ? അതാണോ? ആണെങ്കിൽ പൊളിച്ചു കളഞ്ഞിട്ട് പറ, അപ്പാ ഇത്രയും നാൾ വിവരമില്ലാതെ നിന്റെ അടുക്ക വന്നേ. ഒരു ഫോർമാലിറ്റിയും വേണ്ട. ഞാൻ പലതും നേടാനായി ശ്രമിച്ചു, പക്ഷെ എല്ലാം നീ സൗജന്യമായി വെച്ചിരിക്കുകയാണല്ലോ.
ഞാൻ നേടാൻ ശ്രമിക്കുമ്പോൾ, വില കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അപ്പൻ വില കൊടുത്തതിനേക്കാൾ വലുത് എനിക്കിനി കൊടുക്കാൻ കഴിയുമോ? ഇനി നീയുമായിട്ടുള്ള ബന്ധമാണ് ഇതെല്ലാം സൗജന്യമായി ലഭിക്കാൻ കാരണമെന്ന് എനിക്കിപ്പോൾ അറിയാം. അപ്പാ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്. ഈ വാക്യം കൂടെ വായിച്ചിട്ട് നിങ്ങളെ വിട്ടേക്കാം. എന്നാൽ ലംഘനത്തിന്റെ കാര്യത്തിലും കൃപാവരത്തിന്റെ കാര്യത്തിലും ഒരുപോലെയല്ല. പൗലൂസ് താഴോട്ട് പറയുവോ, താഴോട്ട് അവസാനിപ്പിക്കുവോ? ഏകന്റെ ലംഘനത്താൽ ആ ഏകൻ നിമിത്തം മരണം വാണുവെങ്കിൽ, അടുത്ത വാചകം പറയുക, കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി ആർക്കെങ്കിലും കിട്ടിയാൽ അയാൾ ഈ രാജ്യത്തിൽ വാഴാൻ തുടങ്ങുമെന്ന്. ഈയോ, അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ ലോകത്തിൽ നിന്നെ വാഴിക്കാനാ ദൈവം വിളിച്ചേ. പക്ഷേ നീ വാഴുന്നത് സൗജന്യമായിട്ടാണ് എന്ന് നിന്റെ തലയിലോട്ട് വരണം. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, കൃപയുടെയും നീതിയുടെ ദാനത്തിന്റെയും സമൃദ്ധി കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ, ദാനം കിട്ടുന്നതിന്റെ സമൃദ്ധി കൂടുമ്പോ, ദാനങ്ങളുടെ സമൃദ്ധി കൂടുമ്പോ, ദാനത്തിന്റെ നീതി എന്ന ദാനത്തിന്റെ സമൃദ്ധി കൂടുമ്പോ നീ ഈ ഭൂമിയിൽ വാഴാനും തുടങ്ങുമെന്ന്. വാഴ്ച ദാനമാവേ. നീ ഈ ലോകത്തിൽ ഷൈൻ ചെയ്യാൻ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രയത്നം കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്ന്, ദാനമാണ്. കൈയടിച്ചൊരു നല്ല ആമേൻ പറ. പിശാച് അവന്റെ ദാനം കൊണ്ട് ഈ ലോകം മുഴുവൻ വാണു. അതാണ് മരണം. സ്വർഗം പറയുവാ, പാപത്തിന്റെ ശമ്പളമാണ് സംഭവിച്ചേ. ഞാൻ എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ പോവാ? കൃപയുടെയും നീതിയുടെയും ദാനം കൊടുക്കാൻ പോവാ. അവരെ മരണം വാഴുന്നതിനേക്കാൾ അധികമായി ഈ ലോകത്തിൽ ജീവനിൽ വാഴേണ്ടത് ആവശ്യമാണ്. Come on church. എഴുന്നേറ്റ് നിന്ന് ചൊണയായി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ കർത്താവിനോട്. ശബ്ദമുയർത്തി ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ നിങ്ങൾ വാഴാൻ വിളിക്കപ്പെട്ടവരാ. പക്ഷേ വാഴുന്നവരാരാന്ന് പുസ്തകം പറഞ്ഞു? കൃപയുടെയും നീതിയുടെയും സമൃദ്ധി ലഭിക്കുന്നവർ. നീതിയുടെ ദാനത്തിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത് മുഴുവൻ ദാനമാണ്. ആ ദാനത്തിന്റെ സമൃദ്ധി ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ വാഴാൻ തുടങ്ങുമെന്ന്. എന്നെ സന്തോഷമുള്ള കാര്യമല്ലേ? അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഈ ദാനം ധാരാളം ഉണ്ടായാൽ ധാരാളം നീ ഷൈൻ ചെയ്യും, ധാരാളം നീ വാഴാൻ തുടങ്ങും. നീ വാഴുന്നതിന്റെ രഹസ്യം നിന്റെ പരിശ്രമം അല്ല, ദാനം ധാരാളമായി കിട്ടിയതാണ്. 2-3 പേരോട് കൈ കൊടുത്തിട്ട് പറ, നീ വാഴുന്നതിന്റെ രഹസ്യം നിന്റെ പരിശ്രമമല്ല, ദാനം ധാരാളമായി കിട്ടിയതാണ്. ഓ, എന്നെ പരിപാടിയല്ലേ? ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറയാം, ദാനം ധാരാളമായി കിട്ടിയതാണ് നീ ഈ ലോകത്തിൽ വാഴാനുള്ള കാരണം. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കിയേ, ഇങ്ങനൊരു ബോധം നമ്മുടെ തലയിലുണ്ടോ? എനിക്കൊരു 20 ദാനം കൂടെ പറയാനുണ്ട്. അടുത്ത ആഴ്ച പറയുമെന്ന് അറിയത്തില്ല, കാരണം 10-40 പറയാൻ കിടക്കും. അത് രണ്ടും കൂടെ ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ കയറണമെന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. പ്രാപിച്ചോ, ഉപവസിച്ചോ, കരഞ്ഞോ, അല്ലവേ ദാനമാടവേ, വിശ്വസിച്ചാ മതി. ഒന്ന് കൈയടിച്ചു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ദാനത്തെയാണ് കാശ് കൊടുത്ത് മേടിക്കാൻ പോന്നേ. ദാനത്തെ കാശ് കൊടുത്ത് മേടിക്കാൻ ചെന്നപ്പോ പത്രോസ് ഒരു പറച്ചിൽ പറഞ്ഞു, ഒരു വല്ലാത്ത പറച്ചിലായി പോയി. നീ പണം കൊണ്ട് വാങ്ങാൻ വന്നതുകൊണ്ട് ആ പണം നിന്നിൽ ഇല്ലാതാകട്ടെ, ആ പണം നിന്നോടൊപ്പം എന്ത് ചെയ്യട്ടെ? നശിച്ചു പോകട്ടെ. ഒരു പരിശ്രമം കൊണ്ടും ദൈവത്തിന്റെ ദാനം കിട്ടത്തില്ല. എത്ര അടുപ്പമുണ്ടോ അത്രയും പരിപാടി നടക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ പറയുക, താൻ ഇച്ഛിക്കും പോലെ, ആരിച്ഛിക്കും പോലെ, പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെ അവനവർക്ക് വേണ്ട വരം അവൻ വിഭാഗിച്ചു കൊടുക്കുമെന്ന്. ഒരു വീട്ടിലെ എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല കുഞ്ഞായിരിക്കുമ്പോൾ ഇവർ തമ്മിൽ അടി നടക്കുന്ന കാര്യം എന്നാണെന്നറിയും? സോളി നൂഡിൽസ് വയ്ക്കും, നൂഡിൽസ് 2ആയി പങ്കുവയ്ക്കണം. എത്ര പങ്കുവെച്ചാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിരിക്കും. പിന്നെ പാത്രം എൻ്റെ അടുക്ക് വരും. ഒരു ഹല്ലേലൂയ പറയാം. സ്വർഗം
അളവ് തെറ്റാതെ പങ്കുവയ്ക്കാൻ വിശ്വസ്തനാണ്. Hallelujah. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, സത്യസന്ധമായിട്ട് ചോദിച്ചേ, എത്ര പേർക്ക് ഇത് ദാനമാണെന്ന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചേ. എത്ര പേർക്ക് ദാനമായിരുന്നു അറിയായിരുന്നു? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾക്കൊരു പരിശ്രമമില്ലേ? എവിടെയോ ഉണ്ടെന്നോ ഇല്ലെന്നോ? ദാനം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മണ്ടന്മാരാണ് പല ക്രിസ്ത്യാനികളും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ദാനം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മണ്ടന്മാർ, അതാണ് ക്രിസ്ത്യാനി. പറഞ്ഞോ, അപ്പുറത്തിരിക്കുന്ന ക്രിസ്ത്യാനി അങ്ങനെ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടെ പറഞ്ഞേ, ദാനം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന, ദാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്താ? ആരാണ് തരുന്നത് അയാളുടെ കമ്പനി അടിച്ചാൽ മതി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ദാനം തരുന്നത് ആരാണോ അയാളായിട്ട് എന്താവണം? കമ്പനി ആയാൽ മതി. കമ്പനി അടിക്കുന്നതനുസരിച്ച് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എൻ്റെ കൂടെ എൻ്റെ പെങ്ങളുടെ മോൻ എല്ലാ ഞായറാഴ്ചയും കൂടെ വരും. അവൻ വരുന്നത് നല്ല സാക്രിഫൈസ് ചെയ്ത് കേട്ടോ. ഇന്നലെ രാത്രി 1:30 കയറി, ഇന്ന് രാത്രി ഇവിടെ രാവിലെ 7 മണിക്ക് വന്നു. എൻ്റെ കൂടെ 2 മീറ്റിങ്ങിന് വന്നു, വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വന്നു. ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം കഴിക്കാൻ പോകുന്ന നേരത്ത് മനു ഇല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടാണ്. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. അവള് കേട്ടോണ്ടിരിക്കുകയായിരിക്കും, രണ്ടാമത്തെ ആൾ. മറ്റേ ആള് വല്ലപ്പോഴേ വരത്തുള്ളൂ. ഇവരെല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അടുപ്പം കൂടിയ ഒഴിവാക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അടുത്തിരിക്കുന്ന 2-3 പേരുടെ അടുക്ക ചെന്നിട്ട് പറ, അടുപ്പം കൂടിയ ഒഴിവാക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റും? വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ലീഡേഴ്സിനോട് പറഞ്ഞ് ഒരു അനുവാദം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്നാൽ കാണാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബിബിൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജസ്റ്റിൻ, അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ വീട്ടിൽ കയറി വരും. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ജസ്റ്റിന്റെ മൂത്ത മോള് ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ എന്റെ മടി കയറിയിരിക്കുമായിരുന്നു. ഞാൻ അവസാനം ഹന്നുമോനോട് പറഞ്ഞു, എടുത്തോണ്ട് പോയി ഇതിനെന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ കാരണം. നിങ്ങൾ ആരെങ്കിലും കൊച്ചു ഞാൻ പ്രാർത്ഥിക്കുന്ന മുറി കയറി എൻ്റെ മടി കയറി ഇരിക്കാൻ വരുമോ? എത്ര കൊച്ചുങ്ങൾ കാണുള്ള ധൈര്യം കാണും? അവളെന്നെ ബ്രദറപ്പാന്നാ വിളിക്കുന്നത്. സ്പെഷ്യൽ പേരിട്ടിരിക്കുവോ? ആർ യു ലിസണിങ് ടു മീ? ബന്ധങ്ങളാണ് കാരണം. നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയത് എന്താ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഇഷ്ടം കൂടിയ എന്തും കിട്ടും. അടുത്തിരിക്കുന്ന 2-3 പേരോട് കൈ കൊടുത്തിട്ട് പറ, ഇഷ്ടം കൂടിയാൽ എന്തും കിട്ടും. ഇഷ്ടത്തെ ഡെവലപ്പ് ചെയ്യാനാണ് ബൈബിൾ നിങ്ങൾക്ക് തന്നത്. ഇഷ്ടത്തെ ഡെവലപ്പ് ചെയ്യാനാണ് പ്രാർത്ഥന. ഇഷ്ടത്തെ ഡെവലപ്പ് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ്. ആ ബന്ധത്തെ ബലപ്പെടുത്താനാണ് സകലം തന്നത്. പക്ഷെ ക്രിസ്ത്യാനി മറന്നുപോയി. ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥനയും ഉപവാസവും ഒരു ചടങ്ങായി പോയി. ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴിയാകുന്നില്ല, അതൊരു ചടങ്ങായി പോയി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ബന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ എല്ലാ വർഷത്തെയും ഉപവാസ പ്രാർത്ഥന പലപ്പോഴും ബന്ധം വർദ്ധിപ്പിക്കാനല്ല, കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ ഈ വർഷം നടത്തണം, അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പോലെ നടത്തേണ്ടതല്ല ഇതൊന്നും. നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് ഓൾ ഫോർ ബിൽഡിംഗ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾ സ്വയം ചോദിച്ചേ, രാവിലെ ഉപവാസം എന്ന് പറഞ്ഞ് അടുക്കള കയറി 2 മണി വരെ ജോലി ചെയ്ത് അങ്ങോട്ട് ചെന്ന് ഒരു 10 മിനിറ്റ് കിടന്നിട്ട് ഭയങ്കര ക്ഷീണം, ഒന്ന് മയങ്ങി എഴുന്നേറ്റിട്ട് ഒരു പാട്ടും പാടി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പറയോ ഇന്ന് ഉപവാസമായിരുന്നു എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഉപവാസം? ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നുണ്ട്. പ്രശംസ ഒടിച്ചു കളാം. അതിനേക്കാൾ ഉപരി കർത്താവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പിടികിട്ടുന്നുണ്ടെന്നോ ഇല്ലെന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സംതിങ് ഹാപ്പൻഡ്. നിങ്ങൾ ആരെങ്കിലും ആ റിലേഷനിൽ നിന്ന് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ റിസ്റ്റോർ ദ റിലേഷൻ. അപ്പൊ നിങ്ങനെ നോക്കി നിൽക്കുക, ഇവൾ എപ്പോഴാണ് ഒന്ന് വരുന്നേ, ഇവൻ എപ്പോഴാണ് ഒന്ന് വരുന്നേ.
ഒന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു ദിവസം കർത്താവിനോട് പിണങ്ങി. സഹിയിട്ട കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രയറിന് പോകേണ്ടതിന് പകരം പോകാതെ റൂമിൽ കയറി കിടന്നു. എനിക്ക് പറഞ്ഞു, ഇനി ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. വാതിലടച്ചിട്ടു. സത്യമായിട്ട് പറയുക, മടുത്തു. മനസ്സുകൊണ്ട് എന്തോ സംഭവിച്ചു, ഇടിഞ്ഞുപോയി. ഞാൻ കമിഴ്ന്ന് കിടന്ന് കരയുക. അപ്പൊ ആരോ എൻ്റെ മുറിയിൽ നടക്കുന്ന ശബ്ദം കേൾക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോടി വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് തല പൊക്കിയിട്ട് ആരാ നോക്കാനുള്ള ധൈര്യം പോയി. Are you listening? ആ സമയത്തൊരു ചിന്ത വന്നത് കർത്താവായിരിക്കും. എനിക്ക് സങ്കടം സഹിക്കാൻ പോയി. ഞാൻ ആർത്ത് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അത് അങ്ങാണെങ്കിൽ എനിക്കൊരു ഉമ്മ വേണം. ഞാൻ ലിറ്ററലി പറയുക, കവിള് അമുങ്ങുന്ന ഉമ്മ എനിക്ക് ലഭിച്ചു. പിന്നെ എന്തിനാണ് ഞാൻ പിണങ്ങിയെന്നും എന്തിനായി പോയി കിടന്നതെന്നും എന്നെനിക്ക് ഒരു ഓർമ്മയില്ല. പബ്ലിക് ജോയ് അകത്ത് വരാൻ തുടങ്ങി. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുവോ? ചിരി നിർത്താൻ വയ്യ. ചുമ്മാ ചിരിക്കുവോ? വാതിലടച്ചിട്ട് ചിരിക്കുന്ന കണ്ട ആരെങ്കിലും വട്ടം പറയത്തില്ലേ? ഒരു ജോയ് അകത്ത് കയറി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. സന്തോഷത്തിന്റെ വെപ്രാളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അനുഭവിക്കാൻ തുടങ്ങി ആ റൂമില്. അല്പം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായേ ഞാൻ കർത്താവിനോട് പിണങ്ങിയായിരുന്നിരുന്നേ. ഞാൻ വേഗത്തിൽ ഡ്രസ്സ് മാറി മീറ്റിങ്ങിന് പോയി. പിന്നീട് ഒരിക്കലും ഞാൻ പിണങ്ങുക എന്നൊരു ചിന്ത പോലും തലേ വന്നിട്ടില്ല. പിണങ്ങുമ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ പിണക്കമല്ല ഉണ്ടാകുന്നത്, വാസ്തവത്തിൽ സ്നേഹമുള്ളിടത്താണ്. എനിക്ക് കർത്താവിനെ അത്ര ഇഷ്ടമായിരുന്നു. എനിക്ക് കർത്താവിന് എന്നെ അത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാൻ തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ അറിയാം? അതോ മതമാണോ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്? എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതാ ഏറെ നല്ലത്. ബന്ധമാണ് സകലതും ഉളവാക്കേണ്ടത്. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഈ കുടുംബങ്ങൾക്കെല്ലാം നന്മയുടെ പുതിയ നിയമത്തിന്റെ സത്യത്തിന്റെ രഹസ്യങ്ങൾ ഞാൻ അവരോട് പങ്കുവെച്ചല്ലോ. അപ്പാ, ഇവരുടെ ലൈഫ് ഇന്നു മുതൽ ആ മേഖലയിൽ, ആ ബോധ്യത്തിൽ വളരാൻ തുടങ്ങട്ടെ. പരിശ്രമിച്ചും അധ്വാനിച്ചും വെട്ടിപ്പിടിച്ചും ഒക്കെ കിട്ടാനുള്ളതല്ലല്ലോ ഇത്. പകരം ഇതെല്ലാം അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉളവാകുന്നതാണെന്ന് നീ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി നന്ദി. ആ ബന്ധം ഞങ്ങളിൽ വർദ്ധിക്കാൻ ഓരോ ദിവസവും നീ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ഹോള് മുഴുവൻ അങ്ങ് മൂടുന്നതിന് നന്ദി. അങ്ങയുടെ ദാനം ഈ ഹോളിനെ മൂടുന്നതിന് നന്ദി. അങ്ങയുടെ ദാനം ഈ ഹോളിനെ മൂടുന്നതിന് നന്ദി. നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൈവമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടുവെങ്കിൽ കണ്ണുകളുടെ സംസാരിക്കേ. ആ മുടിയനായ പുത്രൻ മടങ്ങിച്ചെന്നതുപോലെ മടങ്ങിച്ചല്ലേ. എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങളുടെ കയ്യിൽ ഒരു പൊന്മോതിരം എന്ന് അണിയിക്കോ. നിങ്ങളുടെ പഴയ വേഷം മാറ്റും, നിങ്ങളുടെ പഴയ ചെരുപ്പ് യാത്ര മാറ്റും, പുതിയ ചെരുപ്പ് അവൻ എന്നെ അണിയിക്കും. ഇതാ ഇന്ന് മുതൽ നീ ഒരു സദ്യ അനുഭവിക്കാൻ പോകുകയാണ്. You are going to experience the banquets with my Father. Hallelujah. Thank you, Jesus. In Jesus' name. Amen. ആ കൈകളെ നടിച്ച് കർത്താവിനെ സ്തുതിക്കാം.